ഇത് ഫേസ്ബുക്കിൻ്റെ വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സർവേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സർവേ ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആകത്തില്ല. അതായത് നിങ്ങളുടെ ജസ്റ്റ് ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകുന്നതായിരിക്കും. അതുപോലെ ഇതിനകത്ത് നമുക്ക് വിഡ്രോ എന്ന് പറയുന്നത് $3 $3 എന്ന് പറയുന്നത് 1000 പോയിൻറ്റ്. ഇതിനകത്ത് പോയിൻറ്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സർവേയും. 1000 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 1000 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് $3 ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അതും പേപ്പാൽ വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഏകദേശം $4 അതായത് $4.5 ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സർവീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ജെന്യൂൻ ആണെങ്കിൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത്. കാരണം ഞാനിതിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് 2 വർഷത്തോളമായിട്ട് എനിക്ക് ആപ്പാടെ വന്നിരിക്കുന്ന 3 സർവേ ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കൺട്രി ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇന്ത്യയിലുള്ളവർക്ക് സർവേ വളരെ കുറവാണ്. ഇതിപ്പം വേറെ കൺട്രീസിലൊക്കെ ഉള്ളവരാണെങ്കിൽ ടയർ 1 കൺട്രിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സർവീസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഗൂഗിളിൻ്റെ ഒപ്പീനിയൻ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതും ഇതുപോലെ സർവേ തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ കുറച്ച് സർവീസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ 100% ജെന്യൂൻ ആണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് പേപ്പാൽ വഴിയാണ് ഇതിൻ്റെ വിഡ്രോയ്ക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും സർവേ വരുവാണെങ്കിൽ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കണ്ട, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആകാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നമുക്ക് ജെന്യൂൻ ആണെങ്കിൽ പോലും വർഷത്തിൽ നമുക്ക് ആ പാടെ $1, $2 അല്ലെങ്കിൽ $3 കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ സർവീസും അങ്ങനെയുള്ള കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെയൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഫേസ്ബുക്ക് എൻ്റെ മെത്തേഡ് ആകുമ്പോൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്യും. പക്ഷേ ജോയിൻ ചെയ്താലും നമുക്ക് സർവേ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് www.tjsblogger.com എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിലൂടെ ചോദിക്കാൻ സാധിക്കുന്നതാണ്.